ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു ആപ്റ്റിക്സ് അക്കാഡമി. ഇപ്പം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എൻവയോൺമെൻറ്റൽ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞ സെക്കൻഡ് സെമസ്റ്റർ B.Edൻ്റെ ഒരു സബ്ജക്റ്റാണ്. സോ അതിൻ്റെ യൂണിറ്റ് 5 ആണ് ഇന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഇത് പാർട്ട് 1 ആണ്. കാരണം വീഡിയോ ഓൾറെഡി എക്സീഡ് ചെയ്യുന്നു നമുക്കറിയാം. പാർട്ട് 2ലേക്കും 3ലേക്കും ചിലപ്പോൾ എക്സീഡ് ചെയ്തേക്കാം. അതുകൊണ്ടാണ് പാർട്ട് 1 എന്ന് മെൻഷൻ ചെയ്തിരിക്കുന്നത്. ആൻഡ് ആസ് യു ക്യാൻ സീ ഇൻ ദ തംബ്നെയിൽ വർണ്ണശബളാഭമായിരിക്കുന്നുണ്ട്. സോ നമുക്ക് ക്ലാസ്സിലോട്ട് പോകാം. നമുക്ക് 5 യൂണിറ്റ്സ് ആണുള്ളത്. അതിൽ നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്നത് യൂണിറ്റ് 5 ആണ്, 5ാമത്തെ യൂണിറ്റ് ആണ്. ഇതിന് മുമ്പുള്ള വീഡിയോസ് കാണാത്തവരുണ്ടെങ്കിൽ ദയവ് ചെയ്തിട്ട് മുൻപുള്ള വീഡിയോസ് കണ്ടതിന് ശേഷം ഈ വീഡിയോയിലോട്ടേക്ക് വരിക കേട്ടോ. ഓക്കെ, സോ എൻവയോൺമെൻറ്റൽ എഡ്യൂക്കേഷൻ എന്ന സ്കൂൾ കരിക്കുലമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇൻട്രൊഡക്ഷൻ നമുക്ക് നോക്കാം. എൻവയോൺമെൻറ്റൽ എഡ്യൂക്കേഷൻ സ്റ്റാർട്ട്സ് ഇൻ എ ചൈൽഡ്സ് ഹോം ആൻഡ് ഇമ്മീഡിയറ്റ് നെയ്ബർഹുഡ്. അപ്പോൾ ഒരാളുടെ എൻവയോൺമെൻറ്റൽ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് സ്റ്റാർട്ട് ചെയ്യുന്നത് വീട്ടിൽ നിന്ന് തന്നെയാണ്. ഒരു കുട്ടിയുടെ വീട്ടിൽ നിന്ന് തന്നെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ചൈൽഡ്സ് പെർസെപ്ഷൻ ഓഫ് ദ എൻവയോൺമെൻറ്റ് ഡെവലപ്സ് ബോത്ത് അറ്റ് ഹോം ആൻഡ് ത്രൂ ഫോർമൽ സ്കൂളിംഗ് ഇൻ നഴ്സറി സ്കൂൾസ് ആൻഡ് പ്രീ പ്രൈമറി ഇൻസ്റ്റിറ്റ്യൂഷൻസ്. അപ്പോൾ ഒരു സാമൂഹിക ബോധം ഉണ്ടാവുക നമ്മൾ പറയലില്ലേ, അതുപോലെ തന്നെ പരിസ്ഥിതിയെ പറ്റിയുള്ള ഒരു ബോധമുണ്ടാകുന്നത് വീട്ടിൽ നിന്നും പിന്നെ സ്കൂളിൽ നിന്നും സ്കൂൾ പ്രിമൈസസിൽ നിന്നും ഒക്കെയാണ്. നമുക്ക് ഓരോ പോളിസീസിനെ വെച്ചിട്ട് തുടങ്ങാം. എൻവയോൺമെൻറ്റൽ എഡ്യൂക്കേഷൻ നാഷണൽ പോളിസി ഓൺ എഡ്യൂക്കേഷൻ 1986. സോ ഇത് വന്നിട്ടുള്ളത് നമുക്കറിയുന്നത് പോലെ 1986 has recommended core areas that are common for all subjects of study. One of the common cores listed in the policy document is the protection of environment. Environment protect ചെയ്യുക എന്നുള്ളതാണ് ഒരു കോമൺ കോർ എന്ന് പറയുന്നത്. NCERT developed a national curriculum for elementary and secondary education, a framework in 1988 to incorporate the major thrust and recommendations of NPE. Okay. നീഡ് ഫോർ എൻവയോൺമെൻറ്റൽ എഡ്യൂക്കേഷൻ എന്ന സ്കൂൾ കരിക്കുലം. എന്തിനാണ് സ്കൂൾ കരിക്കുലത്തിൽ എഡ്യൂക്കേഷനിൽ എൻവയോൺമെൻറ്റൽ എഡ്യൂക്കേഷനെ കുറിച്ച് പറയുന്നത്? എന്തിനാണ് പരിസ്ഥിതി? നമുക്ക് EVS എന്ന് പറഞ്ഞൊരു സബ്ജക്റ്റ് തന്നെ ഉണ്ടായിരുന്നു അല്ലേ? പിന്നെയാണ് ഈ EVS സ്പ്ലിറ്റ് ചെയ്തിട്ട് സോഷ്യലും സയൻസും ഒക്കെ ആയിട്ട് മാറിയിട്ടുണ്ടായിരുന്നത് അല്ലേ? അപ്പോൾ ഈ EVS എന്തിനാണ്, എൻവയോൺമെൻറ്റൽ എഡ്യൂക്കേഷൻ എന്തിനാണ് സ്കൂൾ കരിക്കുലത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്? ടു ക്രിയേറ്റ് അവെയർനെസ് അബൌട്ട് വേരിയസ് എൻവയോൺമെൻറ്റൽ ഇഷ്യൂസ് അമംഗ് ദ സ്കൂൾ സ്റ്റുഡൻസ്. കുട്ടികളിൽ അവെയർനെസ് ഉണ്ടാക്കി കൊടുക്കുക എന്തൊക്കെയാണ് എൻവയോൺമെൻറ്റൽ ഇഷ്യൂസ് എന്നുള്ളത്. അതുപോലെ തന്നെ അവരെ ബോധവൽക്കരിക്കുക, ലിറ്ററേറ്റ് ആക്കുക. മാത്രമല്ല ബൈ അക്വയറിങ് എൻവയോൺമെൻറ്റൽ അവെയർനെസ് ദേ ക്യാൻ മേക്ക് പ്രോപ്പർ ഡിസിഷൻ ടു പ്രൊട്ടക്ട് ദ എൻവയോൺമെൻറ്റ്. എന്തൊക്കെയാണ് എൻവയോൺമെൻറ്റിൻ്റെ പ്രശ്നങ്ങൾ എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അതെങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്യണമെന്ന് അവർക്ക് മനസ്സിലാകും. മാത്രമല്ല അവർക്ക് ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടാക്കിയെടുക്കാൻ എൻവയോൺമെൻറ്റ് കൺസേർവ് ചെയ്യേണ്ടത് എങ്ങനെയാണ് എന്ന് സ്കൂൾ സ്റ്റുഡൻസിന് ഒരു അവെയർനെസ്, ഒരു ആറ്റിറ്റ്യൂഡ് അത് ഉണ്ടാക്കിയെടുക്കാനും കൂടെയാണ് കരിക്കുലത്തിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്. മാത്രമല്ല എക്കോളജിക്കൽ സിസ്റ്റത്തിനെ പറ്റിയിട്ടും അതിൻ്റെ കോസിനെയും എഫക്റ്റിനെയും പറ്റിയിട്ടൊക്കെ കുട്ടികൾക്ക് നോളജ് കൊടുക്കാനാണ്. ഇതുപോലെ തന്നെ എക്കോളജിക്കൽ എനർജി ഫ്ലോ സിസ്റ്റത്തിനെ പറ്റിയൊക്കെ പഠിപ്പിച്ചു കൊടുക്കാനും അവർക്ക് മനസ്സിലാക്കാനും ഇത് അത്യാവശ്യമാണ്. അവരെ എൻവയോൺമെൻറ്റൽ പ്രോബ്ലംസും മനസ്സിലാക്കി കൊടുക്കാൻ, അങ്ങനെയുള്ളൊരു സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടും ഈ സ്കൂൾ കരിക്കുലത്തിൽ ഇത് ഉൾക്കൊള്ളിക്കണം. മാത്രമല്ല അവർക്ക് നെസസറി ഇൻഫർമേഷൻ അബൌട്ട് ബയോഡൈവേഴ്സിറ്റി, റിച്ച്നെസ് ആൻഡ് ദ പൊട്ടൻഷ്യൽ ഡേഞ്ചേഴ്സ് ടു ദ സ്പീഷീസ് ഓഫ് പ്ലാന്റ്സ്, ആനിമൽസ് ആൻഡ് മൈക്രോ ഓർഗാനിസംസ് ടു അണ്ടർസ്റ്റാൻഡ് ദ കോസസ് ആൻഡ് കോൺസിക്വൻസ് ഡ്യൂ ടു നാച്ചുറൽ ആൻഡ് മാൻ ഇൻഡ്യൂസ്ഡ് ഡിസാസ്റ്റേഴ്സ്. അതായത് പ്രകൃതി തരുന്ന ഡിസാസ്റ്ററിന് നമ്മൾ പറയണ്ട, പ്രളയം, അതുപോലെ തന്നെ നമുക്ക് അത്രമാത്രം ലാൻഡ് സ്ലൈഡുകളും കാര്യങ്ങളാണ് ഉണ്ടാകുന്നത്. അപ്പോൾ പ്രകൃതിയുടെ ദുരന്തത്തിന് പുറമെ മനുഷ്യരുണ്ടാക്കിയെടുക്കുന്ന പ്രകൃതി ദുരന്തങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. പോപ്പുലേഷൻ, ഹെൽത്ത്, ഹൈജീൻ ഇതിനൊക്കെ പറ്റിയിട്ട് അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എങ്ങനെ ആ പ്രശ്നങ്ങളൊക്കെ തടയാമെന്ന് അവർക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും. അതുപോലെ തന്നെ സസ്റ്റൈനബിൾ യൂട്ടിലൈസേഷൻ ഓഫ് നാച്ചുറൽ റിസോഴ്സസ്, അതുപോലെ തന്നെ സ്പീഷീസിൻ്റെയും ഹാബിറ്റാറ്റ് മാനേജ്മെൻറ്റ് ടെക്നിക്സൊക്കെ മനസ്സിലാക്കാൻ അവർക്ക് സാധിക്കും. അതുപോലെ തന്നെ ടു അണ്ടർസ്റ്റാൻഡ് ദ ഇൻഫ്ലുവൻസ് ഓഫ് ഹ്യൂമൻ ഓൺ എൻവയോൺമെൻറ്റ്. ഇനി പ്രൊവൈഡിങ് എൻവയോൺമെൻറ്റൽ എഡ്യൂക്കേഷൻ അറ്റ് ഡിഫറെൻറ്റ് ലെവൽസ് ഓഫ് എഡ്യൂക്കേഷൻ. ഓക്കെ, 4 ലെവൽസിലാണ്. പ്രൈമറി എഡ്യൂക്കേഷൻ സ്റ്റേജ്, ലോവർ സെക്കൻഡറി സ്റ്റേജ്, ഹയർ സെക്കൻഡറി സ്റ്റേജ്, കോളേജ് സ്റ്റേജ്. So the 6 key characteristics of good environmental education material are fairness and accuracy, depth, emphasis on skill building, action orientation, instructional soundness and usability. In India, the course content of environmental education can be classified stage wise. ആ സ്റ്റേജ് വൈസ് ഉള്ള ക്ലാസിഫിക്കേഷനാണ് നമ്മൾ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. ഇനി അപ്രോച്ചസ് നോക്കാം. എൻവയോൺമെൻറ്റൽ എഡ്യൂക്കേഷൻ ക്യാൻ ബി കാറ്റഗറൈസ്ഡ് ഇൻ 2 classes. ഇൻ്റർഡിസിപ്ലിനറി അപ്രോച്ച് ആൻഡ് മൾട്ടി ഡിസിപ്ലിനറി അപ്രോച്ച്. എന്താണ് ഇൻ്റർഡിസിപ്ലിനറി അപ്രോച്ച് എന്ന് നമുക്ക് നോക്കാം.
ഇതിൽ എഡ്യൂക്കേഷൻ ഇസ് ഗിവൺ സെപ്പറേറ്റ് ഐഡൻറ്റിറ്റി. എൻവയോൺമെൻറ്റൽ എഡ്യൂക്കേഷൻ ഒരു സെപ്പറേറ്റ് ഐഡൻറ്റിറ്റിയാണ് ഇൻ്റർ ഡിസിപ്ലിനറി അപ്രോച്ചിൽ കൊടുക്കുന്നത്. അതുപോലെ ടോപ്പിക്സ് ആർ കൾട്ട് ഫ്രം വേരിയസ് സബ്ജക്ട്സ് ലൈക്ക് സോഷ്യൽ സ്റ്റഡീസ്, സയൻസ്, മാത്തമാറ്റിക്സ് എക്സെട്ര ആൻഡ് ആർ മെയ്ഡ് ആസ് ആൻ ഇൻഡിപെൻഡൻറ്റ് സബ്ജക്ട് ഓഫ് സ്റ്റഡി. ഇതിൽ ഓരോ സബ്ജക്റ്റിനെയും വ്യത്യസ്തമായിട്ട് എടുത്തിട്ടായിരിക്കും പഠിക്കുന്നത്. പക്ഷേ മൾട്ടി ഡിസിപ്ലിനറി അപ്രോച്ചിൽ എന്താണ്? ഇൻ ദിസ് അപ്രോച്ച് എൻവയോൺമെൻറ്റൽ എഡ്യൂക്കേഷൻ ഇസ് നോട്ട് ഗിവൺ എ സെപ്പറേറ്റ് ഐഡൻറ്റിറ്റി ആയിട്ടൊന്നും കൊടുക്കുന്നില്ല. ഇഷ്യൂസ് റിലേറ്റിംഗ് ടു എൻവയോൺമെൻറ്റ് ആർ ഇൻക്ലൂഡഡ് ഇൻ അതർ കൺവെൻഷണൽ സബ്ജക്റ്റുകൾ. ഓക്കെ, ഇനി a few suggestions for integrating EE with the regular school subjects under multidisciplinary approach are given below. നമുക്ക് ഓരോന്ന് നോക്കാം കേട്ടോ. ഓരോന്നിൻ്റെ അണ്ടറിലും കുറച്ച് പറയാനുണ്ട്. ഞാൻ പെട്ടെന്ന് നമുക്ക് മനസ്സിലാകുന്ന രീതിയിൽ ഓരോന്നോരോന്ന് പറഞ്ഞു പോകാം. ആ പോയിൻറ്റ്സിൻ്റെ എക്സ്പ്ലനേഷൻ ഇതിൽ കാണില്ല. നിങ്ങൾക്ക് അത് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ മെറ്റീരിയൽസിൽ അവൈലബിൾ ആണ് കേട്ടോ. ഇത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്പെഷ്യലി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊന്ന് മെസ്സേജ് ചെയ്യാം കേട്ടോ. ഓക്കെ, ആദ്യം നോക്കാം. കെമിസ്ട്രിയിൽ വാട്ടർ, എയർ ആണ് വരുന്നത്. വാട്ടറിൽ എന്താണ്? വാട്ടർ പൊല്യൂഷൻ, സോഴ്സസ് ഓഫ് പൊല്യൂഷൻ, റീസൺസ്, പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ, ഡിഫോറസ്റ്റേഷൻ, ഓവർ എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് ഗ്രൗണ്ട് വാട്ടർ, വാട്ടർ സ്കേഴ്സിറ്റി, ഇതൊക്കെ അതിലാണ് വരുന്നത്. എയർ പൊല്യൂഷനിലോ സോഴ്സസ്, എഫക്ട്സ്, ഇമ്പോർട്ടൻസ് ഓഫ് ട്രീസ് ഇൻ ദ പ്രൊഡക്ഷൻ ഓഫ് ഓക്സിജൻ, ഓസോൺ ലെയർ ഡിപ്ലീഷൻ, ആസിഡ് റെയിൻ, ഗ്രീൻ ഹൗസ് എഫക്ട്, റിലേഷൻ ബിറ്റ്വീൻ പോപ്പുലേഷൻ ആൻഡ് പൊല്യൂഷൻ, ഇമ്പോർട്ടൻസ് ഓഫ് നൈട്രജൻ സൈക്കിൾ, എയർ പൊല്യൂട്ടൻസ് ഫ്രം ഇൻഡസ്ട്രീസ്, ഇതൊക്കെ വരുന്നത് എയറിന് കീഴിലാണ്. അപ്പോൾ ഇത് രണ്ടും നമുക്കറിയാം. ഓൾറെഡി 4th യൂണിറ്റിൽ നമ്മൾ ഇൻ ഡീറ്റെയിൽ പറഞ്ഞിട്ടുണ്ട് വാട്ടർ പൊല്യൂഷനും എയർ പൊല്യൂഷനും ഒക്കെ. ഇനി ബോട്ടണിയുടെ അണ്ടറിൽ എന്താണ് വരുന്നത്? ഇമ്പോർട്ടൻസ് ഓഫ് ട്രീസ് ഇൻ പ്രിവെൻറ്റിംഗ് പൊല്യൂഷൻ, നേരത്തെ പറഞ്ഞിട്ടുള്ള ഓസോൺ ഡിപ്ലീഷൻ, നോയ്സ് കൺട്രോൾ, ട്രീസ് ഇൻ പ്രിവെൻറ്റിംഗ് സോയിൽ ഇറോഷൻ, യൂസ് ഓഫ് മെഡിസിനൽ പ്ലാന്റ്സ്, റോൾ ഓഫ് ട്രീസ് ഇൻ ബിൽഡിംഗ് ഇക്കോണമി, യൂസ് ഓഫ് പെസ്റ്റിസൈഡ്സ്, നാച്ചുറൽ വേ ഓഫ് കൺട്രോളിങ് പെസ്റ്റ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് അതിൽ വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യുക? ഇതിനെ പോയിൻ്റ് ആക്കിയിട്ട് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. ഓരോന്നിനും ഇപ്പോൾ ഇതിൽ മെയിൻ ആയിട്ടുള്ള സബ്ജക്റ്റുകൾ മാത്രമല്ലേ കൊടുക്കുന്നത്. സബ് പോയിൻറ്റ്സിന് നിങ്ങൾ അതിൽ എന്തൊക്കെയാണ് വരുന്നതെന്ന് നിങ്ങളത് നോട്ട് ചെയ്ത് വെക്കുക. സുവോളജിയിലാണെന്നുണ്ടെങ്കിൽ പ്രൊട്ടക്ഷൻ ആൻഡ് പ്രിസർവേഷൻ ഓഫ് വൈൽഡ് life, evolution, extinction of species, need for conservation, food chain and food web, needed for biodiversity, balance of nature. ഫിസിക്സിൽ വരുന്നത് കൺസർവേഷൻ ഓഫ് എനർജി, ഓൾട്ടർനേറ്റീവ് സോഴ്സസ് ഓഫ് എനർജി, സോളാർ കുക്കേഴ്സ്, ബയോഗ്യാസ് പ്ലാന്റ്സ്, വിൻഡ് മിൽസ്, നോയ്സ് പൊല്യൂഷൻ, ട്രീസ് റെഡ്യൂസിങ് നോയ്സ് പൊല്യൂഷൻ, ന്യൂക്ലിയർ എനർജി, ഹാംഫുൾ എഫക്ട്സ് ഓഫ് റേഡിയേഷൻ എന്നുള്ളതൊക്കെയാണ്. ഇനി ജോഗ്രഫിയിൽ എൻവയോൺമെൻറ്റുമായി എന്താണ് വരുന്നത്? ഇമ്പോർട്ടൻസ് ഓഫ് ഫോറസ്റ്റ് ഏരിയാസ്, മിനറൽ സർവേ, CFC, റിവർ സിസ്റ്റം, ഡെസർട്ടിഫിക്കേഷൻ. ഹിസ്റ്ററിയിലും വരുന്നുണ്ട് എൻവയോൺമെൻറ്റ്. എന്താണ്? ദ റൈസ് ആൻഡ് ഫോൾ ഓഫ് സിവിലൈസേഷൻ, വാർസ് ആൻഡ് ഹസാർഡ്സ് ഓഫ് വാർ, ന്യൂക്ലിയർ വെൽഫെയർ. അപ്പം നോക്കിക്കേ, ഇത്രയും വൈഡ് റേഞ്ച് ഓഫ് സബ്ജക്റ്റുകളിലാണ് നമ്മൾ അറിഞ്ഞോ അറിയാതെയോ എൻവയോൺമെൻറ്റിനെ പറ്റിയിട്ട് പഠിക്കുന്നത്. ഇനി എൻവയോൺമെൻറ്റൽ എഡ്യൂക്കേഷൻ ഇൻ ദ കരിക്കുലം. എൻവയോൺമെൻറ്റൽ എഡ്യൂക്കേഷൻ ആസ് എ സെപ്പറേറ്റ് സബ്ജക്ട്, ഇൻഫ്യൂസിംഗ് എൻവയോൺമെൻറ്റൽ എഡ്യൂക്കേഷൻ ദ എക്സിസ്റ്റിംഗ് സബ്ജക്ട്, ഒക്കേഷണൽ പ്രോഗ്രാംസ്, എൻവയോൺമെൻറ്റൽ എഡ്യൂക്കേഷൻ ആസ് എ കോർ കരിക്കുലം. ഇനി ഒരു സെപ്പറേറ്റ് സബ്ജക്റ്റ് ആയിട്ടുള്ളതിന് എന്തൊക്കെ പോയിൻറ്റ്സ് ആണെന്ന് നോക്കാം. All children in school, all schools need environmental education. Environmental education curriculum in each grade. Environmental education curriculum calls for first-hand study of the environments in the community. Environmental education should be encourage investigation of local environment with the help of qualitative and quantitative techniques. രണ്ട് techniques ആണ്, quantitative qualitative. Environmental education should be conducted in a scientific way with an open mind without being clouded by social and religious belief. അപ്പോൾ ഇതിലേക്ക് നമ്മൾ ദയവ് ചെയ്ത് സാമൂഹികവും മതപരമായിട്ടുള്ള കാര്യങ്ങളൊന്നും ഉൾക്കൊള്ളിക്കരുത്. ഈ ഇൻഫ്യൂസിങ് എൻവയോൺമെൻറ്റൽ എഡ്യൂക്കേഷൻ ഇൻ ദ എക്സിസ്റ്റിംഗ് സബ്ജക്ട്സ് എന്തൊക്കെയാണ്? ഈ അപ്രോച്ചിൽ കോൺസെപ്റ്റ് ഓഫ് എൻവയോൺമെൻറ്റൽ എഡ്യൂക്കേഷൻ ആർ ഇൻഫ്യൂസ്ഡ് ഇൻ ദ എക്സിസ്റ്റിംഗ് സബ്ജക്ട് കരിക്കുലം ബൈ റിലേറ്റിംഗ് ദം വിത്ത് ദ കോൺസെപ്റ്റ് ഓഫ് ഫിസിക്സും കെമിസ്ട്രിയും ബയോളജിയുമായിട്ട് അതിനെ ലിങ്ക് ചെയ്തിട്ടുണ്ട്. നോ ന്യൂ സബ്ജക്റ്റ് ഇസ് ആഡഡ് ടു ദ എക്സിസ്റ്റിംഗ് ഹെവി കരിക്കുലം ബട്ട് ദ കോൺസെപ്റ്റ് ഓഫ് എൻവയോൺമെൻറ്റൽ എഡ്യൂക്കേഷൻ ബി ഇൻറ്റഗ്രേറ്റഡ് വിത്ത് അതർ സബ്ജക്ട്. അപ്പോൾ ഈ എൻവയോൺമെൻറ്റൽ എഡ്യൂക്കേഷനെ പുതിയൊരു സബ്ജക്റ്റായിട്ട് മാറ്റാതെ മറ്റതുമായിട്ട് ഇൻറ്റഗ്രേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഡെവലപ്പിംഗ് പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് എൻവയോൺമെൻറ്റ്, റിലേറ്റിംഗ് ദ കോൺസെപ്റ്റ്സ് വിത്ത് ദ ലോക്കൽ എൻവയോൺമെൻറ്റ് ആൻഡ് റിസോഴ്സസ്, അറ്റംപ്റ്റിംഗ് ടു ഡെവലപ്പ് empathetic relationship with different members of the community and understanding their role and importance, and making use of easily available materials from the local environment for conducting experiments, demonstrations, discussions, etc. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള ഓരോ പോയിൻറ്റ്സ് ആണ് കേട്ടോ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്.
നെക്സ്റ്റ് നോക്കുക ഒക്കേഷണൽ പ്രോഗ്രാംസ്. ഇൻ ദിസ് അപ്രോച്ച് neither an extra subject is added to the curriculum nor are the concepts of environmental education infused into the existing subjects. On the other hand, some curricular or extracurricular activities are organized to take care of environmental education components. ഇതിൽ എന്തൊക്കെയാണ് വരുന്നത് നോക്കിക്കേ. While incorporating behavioral objectives, the danger of relying solely on the theme to the exclusion of overlooking unanticipated outcomes must be recognized. A rich learning environment characterized by a competent teacher, efficient humanistic classroom organization and readily available resources must be encouraged. അപ്പോൾ എന്തൊക്കെ റെക്കഗ്നൈസ് ചെയ്യണം, എന്തൊക്കെ എൻകറേജ് ചെയ്യണം എന്നാണ് പറയുന്നത് കേട്ടോ. എ ടീച്ചർ ഗൈഡഡ് ഫോർമാറ്റ് ഓഫ് പ്രസൻറ്റേഷൻ വിച്ച് ഇസ് അട്രാക്റ്റീവ്, ക്ലിയർ ആൻഡ് മോട്ടിവേറ്റിംഗ് ടു ദ ടീച്ചർ മസ്റ്റ് ബി ഇൻക്ലൂഡഡ്. ഇതാണ് ഒക്കേഷണൽ പ്രോഗ്രാംസിൽ വരുന്ന പോയിൻറ്റ്സ്. ഇനി ഇതിൽ ഒത്തിരി പോയിൻറ്റ്സ് വരുന്നുണ്ട് കേട്ടോ. 9 പോയിൻറ്റ്സ് ആണ്. ഞാൻ ജസ്റ്റ് വായിച്ചു പോകാം. ഇൻഡിവിജ്വൽ, small group and class instruction must be provided. Teacher-student directed and student-directed learnings must be provided. The use of primary and secondary sources of information must be incorporated. Activities should be freely selected and sequenced into units which meet local schedules, time constraints and special curriculum needs. Provision must be made for the use of locally available instructional resources. A variety of teaching style should be reflected. അപ്പോൾ 9 പോയിൻറ്റ്സ് ആണ് വരുന്നത്. ഒക്കേഷണൽ പ്രോഗ്രാംസ് നോക്കുക, വായിച്ച് നോക്കുക. ഇതിൽ ഏതെങ്കിലും പോയിൻറ്റ്സോ അല്ലെങ്കിൽ കാര്യങ്ങളോ നിങ്ങളുടെ മനസ്സിൽ നിൽക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് കീപ്പ്. കാരണം നമുക്ക് ഒത്തിരി പോയിൻറ്റ്സ് ഇതിനകത്തുണ്ട്. അപ്പം ഓർത്ത് വയ്ക്കാൻ പറ്റുന്ന പോയിൻറ്റ്സ് ഓർത്ത് വയ്ക്കുക. നേരത്തെ പറഞ്ഞതുപോലെ, മുൻപുള്ള ക്ലാസ്സുകളിൽ ഞാൻ പറഞ്ഞതുപോലെ കാണാപ്പാഠം പഠിച്ച് വെക്കരുത്. എന്താണെന്ന് മനസ്സിലാക്കി വെക്കുക. ജസ്റ്റ് ആ കോൺസെപ്റ്റ് ഒന്ന് മനസ്സിലാക്കി എന്താണ് ഒക്കേഷണൽ പ്രോഗ്രാം എന്ന് മനസ്സിലാക്കിയാൽ എഴുതാൻ പറ്റുന്നതേ ഉള്ളൂ. The activities were based on the following themes: environment, social life, economy and government. ഇനി ഓരോന്ന് നോക്കുക കേട്ടോ. Environmental education as core curriculum. This approach may be regarded as atomistic, as disciplines form discrete and separate parts. In this atomistic approach, however, some basic problems arise when environmental education is incorporated in the curriculum. To develop the core curriculum, one may start with the characteristics of environmental education that form the basis of this core, taking guidelines from the ടിബിൽസി കോൺഫറൻസ്. ദ ഫോളോയിങ് ക്യാരക്ടറിസ്റ്റിക്സ് എമോച്ച് പറയുന്നുണ്ട്. അറ്റോമിസ്റ്റിക് എന്നുള്ള വേർഡ് ആറ്റം എന്നുള്ള വേർഡിനെ കണക്ട് ചെയ്തിട്ട് പഠിക്കുക കേട്ടോ. ഓക്കെ, ഒത്തിരി പോയിൻറ്റ്സ് പറയുന്നുണ്ട്. നമുക്ക് ഓരോന്ന് നോക്കാം. അപ്പോൾ എൻവയോൺമെൻറ്റൽ എഡ്യൂക്കേഷൻ ഈസ് ഓറിയൻറ്റഡ് ടുവേർഡ്സ് എ പ്രോബ്ലം. ഇറ്റ് ഈസ് കൺസേൺഡ് വിത്ത് എ റിയലിസ്റ്റിക് സിറ്റുവേഷൻ. It aims at elaborating the alternatives that exist for situation and skills for choosing between them. Includes action as an integral component. എന്താണ് ഇൻ്റഗ്രൽ കോമ്പണൻറ്റ്? ആക്ഷൻ ആണ് കേട്ടോ. യൂസസ് റിയൽ എൻവയോൺമെൻറ്റ് ഓഫ് ദ സ്കൂൾ ആൻഡ് ഇറ്റ്സ് സറൗണ്ടിങ്സ് ആസ് എ കോണ്ടെക്സ്റ്റ്. എൻവയോൺമെൻറ്റൽ എഡ്യൂക്കേഷൻ ശരിക്കും പറഞ്ഞാൽ സ്കൂളിൻ്റെ റിയൽ എൻവയോൺമെൻറ്റ് എടുത്തിട്ടാണ് പഠിക്കുന്നത് കേട്ടോ. ആൻഡ് ഇൻവോൾവ്സ് എ ക്ലാരിഫിക്കേഷൻ ഓഫ് വാല്യൂസ്. ഇറ്റ് എയിംസ് അറ്റ് ഇൻക്രീസിംഗ് ദ എബിലിറ്റി ദാറ്റ് സ്റ്റുഡൻസ് ഹാവ് ടു കോൺട്രിബ്യൂട്ട് ടു ഇംപ്രൂവിംഗ് ദെയർ ഓൺ എൻവയോൺമെൻറ്റൽ സിറ്റുവേഷൻസ്. The approaches of teaching environmental education may also be classified in terms of varied emphasis in the curriculum as follows. എന്തിലൊക്കെ എംഫസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അറിയോ? സ്ട്രെസ്സാണ്. എന്തിലാണോ നമ്മൾ സ്ട്രെസ്സ് കൊടുക്കുന്നത്, എംഫസിസ് ഊന്നൽ എന്തിലാണോ കൊടുക്കുന്നതെന്നാണ് കേട്ടോ. അപ്പോൾ സ്കിൽസിലുണ്ട്, തീംസ് വരുന്നുണ്ട്, എൻവയോൺമെൻറ്റ് ആസ് മീഡിയം ഓഫ് ലേണിംഗ് ഉണ്ട്, പ്രോബ്ലം സോൾവിംഗ് ഉണ്ട്. ഓക്കെ, ഇനി ഗൈഡ് ലൈൻസ് ടു ഇൻക്ലൂഡ് എൻവയോൺമെൻറ്റൽ എഡ്യൂക്കേഷൻ അറ്റ് സ്കൂൾ. അപ്പോൾ ഇതിനെ ഒന്നും കൂടെ ഡീറ്റെയിലിംഗ് ആയിട്ടുള്ള സാധനങ്ങളുണ്ടാവട്ടെ. എങ്ങനെയാണ് സ്കില്ലിനെ എംഫസൈസ് ചെയ്യുന്നത്, തീംസിനെ എംഫസൈസ് ചെയ്യേണ്ടതെന്നൊക്കെ ഇൻ ഡീറ്റെയിൽ ആയിട്ടുണ്ടാവും. നിങ്ങൾക്ക് പോയിൻറ്റ്സ് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഓക്കെ, അപ്പോൾ നോക്കുക. ഗൈഡ് ലൈൻസ് ടു ഇൻക്ലൂഡ് എൻവയോൺമെൻറ്റൽ എഡ്യൂക്കേഷൻ അറ്റ് സ്കൂൾ ലെവലിൽ എന്തൊക്കെയാണ്? എൻവയോൺമെൻറ്റൽ എഡ്യൂക്കേഷൻ അറ്റ് സ്കൂൾ ലെവൽ ഷുഡ് എയിം അറ്റ് ക്രിയേറ്റിംഗ് എൻവയോൺമെൻറ്റൽ അവെയർനെസ്. എൻവയോൺമെൻറ്റ് കോൺസെപ്റ്റ് ഷുഡ് ബി ഇൻറ്റിഗ്രേറ്റഡ് ഇൻ ദ എക്സിസ്റ്റിംഗ് കോഴ്സസ് ഇൻ ഫിസിക്കൽ, നാച്ചുറൽ ആൻഡ് സോഷ്യൽ സയൻസസ്. അപ്പോൾ ഓൾറെഡി നമുക്കറിയാം ഒത്തിരി മേഖലകളിലേക്ക് എൻവയോൺമെൻറ്റൽ എഡ്യൂക്കേഷൻ സ്പ്രെഡ് ചെയ്ത് കിടക്കുന്നുണ്ട് അല്ലേ. എഡ്യൂക്കേഷണൽ കോൺസെപ്റ്റിൽ എൻവയോൺമെൻറ്റ് വരുന്നുണ്ട്. Students should be exposed to the concept of nature education and the experience of participating in nature conservation programs. അപ്പോൾ നേച്ചർ എഡ്യൂക്കേഷനും അതുപോലെ തന്നെ നേച്ചർ കൺസർവേഷൻ പ്രോഗ്രാംസിലും കുട്ടികൾക്ക് ഭാഗമാവാൻ കഴിയണം. വേരിയസ് എഡ്യൂക്കേഷണൽ ബോഡീസ് ഷുഡ് reorient early education curriculum to include എൻവയോൺമെൻറ്റൽ issues.
Extracurricular environmental programs for school children are a powerful tool for imparting environmental education to children and should be increasingly encouraged. At the higher secondary school level, ഇനി നമ്മൾ സ്കൂൾ ലെവൽ പറഞ്ഞു, ഹയർ സെക്കൻഡറി സ്കൂൾ ലെവലാണെന്നുണ്ടെങ്കിൽ it would be more purposeful to involve youth in seeking and finding solutions to environmental problems and thus inculcate a positive environmental attitude. Distance education program in environmental education for elementary and secondary school teachers should be initiated. Periodical workshops and seminars on environmental topics should be arranged for teachers. ഇപ്പോൾ ഇതിലൊക്കെ ഒത്തിരി പോയിൻറ്റ്സ് വരുന്നുണ്ട് കേട്ടോ. ഇത് ഭയങ്കരമായിട്ടും നമ്മൾ പോയിൻറ്റ്സ് ഓറിയൻറ്റഡ് ആയിട്ട് പഠിക്കുന്ന സമയത്ത് ഒത്തിരി പോയിൻറ്റ്സ് നമുക്കിതിൽ വരുന്നുണ്ട്. അപ്പോൾ മെയിനായിട്ട് ഇത്രയും ഓർത്ത് വയ്ക്കുക. ഗൈഡ് ലൈൻസ് ഇൻക്ലൂഡ് എൻവയോൺമെൻറ്റൽ എഡ്യൂക്കേഷൻ സ്കൂൾ ലെവലിൽ എങ്ങനെയൊക്കെ കൊണ്ടുവരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ളൊരു ഐഡിയ അല്ലേ, അത് പ്ലസ് ഈ കോൺസെപ്റ്റ് ഒന്ന് മിക്സ് ചെയ്താൽ മതി. അത്രയേ ഉള്ളൂ. വളരെ സിമ്പിൾ പോയിൻറ്റ്സ് ആണ് ഇതിലുള്ളത്. എന്താണ് ടെക്സ്റ്റ് ബുക്കുകൾ പല സബ്ജക്റ്റുകളിൽ ഇന്ന സാധനങ്ങൾ ഇൻക്ലൂഡ് ചെയ്യണം, കുട്ടികൾക്ക് അവയർനെസ് കൊടുക്കണം, പ്രോഗ്രാംസുകൾ നടത്തണം, കൺസർവേഷൻ പോളിസീസ് നടക്കണം, കുട്ടികൾക്ക് ഇനീഷ്യേറ്റ് ചെയ്തിട്ട് നടത്താൻ പറ്റുന്ന പദ്ധതികൾ ഉണ്ടാക്കണം എന്നൊക്കെ പറഞ്ഞ ആ സംഭവങ്ങൾ തന്നെയാണ് ഇതിൽ കൊടുക്കുന്നത്. ഇനി ടെക്സ്റ്റ് ബുക്കിനപ്പുറത്തേക്ക് അതർ കൈൻഡ്സ് ഓഫ് ടീച്ചിങ് എയ്ഡ്സ് ഫോർ എൻവയോൺമെൻറ്റൽ എഡ്യൂക്കേഷൻ സച്ച് ആസ് ഗൈഡുകൾ, ഹാൻഡ് ബുക്കുകൾ, സ്ലൈഡ് ഷോസ്, ഫിലിംസ്, മോഡൽസും ഒക്കെ ഉണ്ടാക്കണം. എൻവയോൺമെൻറ്റുമായി ബന്ധപ്പെട്ട കേട്ടോ, എന്തോ കാര്യങ്ങളല്ല എൻവയോൺമെൻറ്റുമായി ബന്ധപ്പെട്ടത്. അതുപോലെ തന്നെ പാരൻറ്റ് ടീച്ചർ അസോസിയേഷൻ ഷുഡ് ഡിസ്കസ് എൻവയോൺമെൻറ്റൽ എഡ്യൂക്കേഷൻ സ്ട്രാറ്റജീസ് ക്രിട്ടിക്കലി ആൻഡ് ഇവോൾവ് അപ്രോപ്രിയേറ്റ് സ്കൂൾ ഹോം ഇൻ്റഗ്രേഷൻ ഫോർ ഇൻഫ്യൂസിങ് ദ റൈറ്റ് ആറ്റിറ്റ്യൂഡ് ടു എൻവയോൺമെൻറ്റ് ഇൻ ദ ചിൽഡ്രൻ. പ്രോഗ്രാം സ്യൂട്ടഡ് ഫോർ നോൺ സ്കൂൾ ഗോയിങ് ആൻഡ് ഡ്രോപ്പ് ഔട്ട് ചിൽഡ്രൻ ഷുഡ് ഓൾസോ ബി ഡെവലപ്ഡ്. അപ്പോൾ സ്കൂളിൽ പോവാത്ത ഡ്രോപ്പ് ഔട്ട് ആയിട്ടുള്ള കുട്ടികൾക്കുള്ള പ്രോഗ്രാംസുകളും കൊണ്ടുവരണം. കറൻറ്റ് സ്റ്റേറ്റസ് ഓഫ് എൻവയോൺമെൻറ്റൽ എഡ്യൂക്കേഷൻ ആൻഡ് സ്കൂൾ കരിക്കുലം. ഇപ്പോഴത്തെ സ്റ്റേറ്റസ് എന്താണെന്നാണ് പറയുന്നത്. എൻവയോൺമെൻറ്റൽ എഡ്യൂക്കേഷൻ ഹാസ് ബീൻ ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ സ്കൂൾ കരിക്കുലം അറ്റ് പ്രീ സ്കൂൾ ലെവൽ, എലിമെൻ്ററി ലെവൽ ആൻഡ് ഹയർ സെക്കൻഡറി ലെവൽ, ബോത്ത് ഇൻ സ്റ്റേറ്റ് ബോർഡ് സ്കൂൾസ് ആൻഡ് ഇൻ സെൻട്രൽ സ്കൂൾസ്. ഇവിടെ സ്റ്റേറ്റ് ബോർഡ് ഉദ്ദേശിക്കുന്നത് തമിഴ്നാടുമാണ്, നമ്മുടെ സ്റ്റേറ്റ് ബോർഡ് കേരളയാണെന്നുണ്ടെങ്കിൽ പോലും. ഓക്കെ, അപ്പോൾ ഈ സ്റ്റേറ്റ് ബോർഡ് സിലബസ് ആൻഡ് CBSE സിലബസ് ആർ പ്രിപ്പയർഡ് ഇൻ അക്കോർഡൻസ് വിത്ത് നാഷണൽ പോളിസി ഓൺ എഡ്യൂക്കേഷൻ. ഓക്കെ, NPE നമ്മൾ നേരത്തെയും പറഞ്ഞിട്ടുണ്ടായിരുന്നു, MPE അല്ലേ. ഇനി പ്രീ സ്കൂൾ ലെവൽ എങ്ങനെയാണ് വരുന്നത്? അവിടെ ജനറൽ അവെയർനെസ് കൊടുക്കുന്നുണ്ട്. എന്തിനെക്കുറിച്ച്? പേഴ്സണൽ ഹൈജീനെ പറ്റിയിട്ടും എൻവയോൺമെൻറ്റൽ ക്ലീൻലിനെസ്സിനെ പറ്റിയിട്ടും, അതുപോലെ തന്നെ ഒരുപാട് കളർഫുൾ ഡയഗ്രമാറ്റിക് ഇല്ലുസ്ട്രേഷൻസിലൂടെ അവർക്ക് കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കും. കുട്ടികൾക്ക് അങ്ങനെയല്ലേ മനസ്സിലാക്കി കൊടുക്കാൻ കഴിയുക. അതുപോലെ നേച്ചറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള റൈംസൊക്കെ ചെറിയ മക്കളൊക്കെ ഇപ്പോൾ എൻ്റെ സിസ്റ്ററിൻ്റെ മകളുണ്ട്, അവളുടെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ളൊരു സോങ്ങാണ് എന്താണ്, കാലത്ത് എഴുന്നേൽക്കുന്ന സമയത്ത് ഓടിയെത്തും പൂവൻകോഴി എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അതിൽ ഫ്ലോറ ഫോന കുട്ടികൾ അറിയാതെ ഇതൊക്കെ പഠിക്കുകയാണ്. അതുപോലെ ഒരു കാക്കയുടെ പാട്ടൊക്കെ ഉണ്ട്. അപ്പോൾ ഇതുപോലെ ഒത്തിരി ഇംഗ്ലീഷ് ആയാലും മലയാളം റൈംസ് ആയി കഴിഞ്ഞാലും ഇംഗ്ലീഷിലും മലയാളത്തിലും ഒക്കെ, ഇവിടെ ഇപ്പോൾ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് സ്റ്റേറ്റും സെൻട്രൽ ബോർഡിനെയൊക്കെയാണ്. അപ്പോൾ മലയാളം ആയാലും ഇംഗ്ലീഷ് ആയാലും ഏത് ഭാഷയിലായെങ്കിലും കുട്ടികൾക്ക് റൈംസിലൂടെ പഠിപ്പിക്കുക. അതുപോലെ തന്നെ ഗവൺമെൻറ് ഓഫ് തമിഴ്നാടു ഒരു സയൻറ്റിഫിക് തമിഴ് ഇൻട്രൊഡ്യൂസ് സയൻറ്റിഫിക് Tamil at various levels in school curriculum. Environmental education is one of the components included in textbook of scientific Tamil. Scientific Tamil എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇത് വരുന്നുണ്ട്. അതിൽ ഇങ്ങനെ എൻവയോൺമെൻറ്റൽ എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് വരുന്നത്. ഇനി എലമെൻ്ററി ലെവലിൽ എങ്ങനെയാണ്? At elementary level, the focus is stressed towards the environmental cleanliness. Concept of environment is introduced. അവിടെയാണ് പരിസ്ഥിതി, എൻവയോൺമെൻറ്റ് എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത്. The relationship between the child and environment is emphasized. അവിടെ സ്ട്രെസ് ചെയ്ത് പറയുന്നുണ്ട്. Child understands that he or she is surrounded by land, water, air, plants and animals. അപ്പോഴാണ് കുട്ടികൾക്ക് മനസ്സിലാകുന്നത്, ഞാൻ ചുറ്റപ്പെട്ടിരിക്കുന്നത്, എൻ്റെ ചുറ്റുപാടും ലാൻഡ് ഉണ്ട്, വാട്ടർ ഉണ്ട്, എയർ ഉണ്ട്, പ്ലാന്റ് ഉണ്ട്, ആനിമൽസ് ഉണ്ട് എന്നൊക്കെ. അതുപോലെ തന്നെ റോൾ ഓഫ് എൻവയോൺമെൻറ്റ് ഈസ് ബ്രോട്ട് ഔട്ട് ത്രൂ സ്റ്റോറി ടെല്ലിംഗ് ആൻഡ് സിംഗിങ് സോങ്സ്. പാട്ടിലൂടെയും കഥകളിലൂടെയും ഒക്കെ എൻവയോൺമെൻറ്റിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട്. ബട്ട് ലെസ് എംഫസിസ് ഇസ് ഗിവൺ ടു വേരിയസ് പ്രാക്ടിക്കൽ ആക്ടിവിറ്റീസ് ഇൻ കണക്ഷൻ വിത്ത് എൻവയോൺമെൻറ്റൽ എഡ്യൂക്കേഷൻ. പക്ഷേ എൻവയോൺമെൻറ്റൽ എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രാക്ടിക്കൽ ആക്ടിവിറ്റീസ് വളരെ കുറവാണ്. ഇനി സെക്കൻഡറി ലെവലിൽ എന്തൊക്കെയാണ് വരുന്നത്? അറ്റ് സെക്കൻഡറി ലെവൽ ബോത്ത് ഇൻ CBSE പാറ്റേൺ ആൻഡ് സ്റ്റേറ്റ് ബോർഡ് സ്കൂൾ പാറ്റേൺ ദ കോഴ്സ് മെറ്റീരിയൽസ് ആർ ബിൽറ്റ് ഓൺ ഫണ്ടമെൻ്റൽ അണ്ടർസ്റ്റാൻഡിംഗ് ഓഫ് ഇക്കോളജിക്കൽ ആൻഡ് ബയോജിയോഗ്രഫിക്കൽ പ്രിൻസിപ്പിൾസ്.
The important objectives are to understand the ecological principles and issues and to know about the conservation. താഴെ കൊടുത്തിരിക്കുന്ന ഫോളോയിങ് ലെസൺസ് ഓൺ എൻവയോൺമെൻറ്റൽ എഡ്യൂക്കേഷൻ ആർ ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ദ സയൻറ്റിഫിക് തമിഴ് സിലബസ്. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ അതിൽ 6th സ്റ്റാൻഡേർഡ് ലെവലിൽ എന്തൊക്കെയാണ്? പ്രൈമറി എനർജി, വാട്ടർ ഹാർവെസ്റ്റ്, സോങ്ങിലൂടെയാണ് എൻവയോൺമെൻറ്റൽ ഹൈജീൻ, മെഡിസിനൽ പ്ലാന്റ്സ്, ലൈഫ് വിത്തൗട്ട് ഡിസീസസ് എന്നുള്ളതൊക്കെ. അതുപോലെ 7th സ്റ്റാൻഡേർഡ് സിലബസിൽ സയൻറ്റിഫിക് തമിഴിൽ വരുന്ന സംഭവങ്ങളാണ് പ്രൊട്ടക്ഷൻ ഓഫ് സോയിൽ, ട്രീ through song, electricity from clouds, a search of planets, noise pollution, chemicals in our daily life, food as medicine. ഈ കാര്യങ്ങളൊക്കെ കേട്ടോ. നെക്സ്റ്റ് വരുന്നത് ഹയർ സെക്കൻഡറി ലെവലിലാണ്. ഹയർ സെക്കൻഡറി ലെവലിൽ കുറച്ചും കൂടെ സ്പെസിഫിക് ആവും അല്ലേ. സബ്ജക്ട്സ് ലൈക്ക് മാത്തമാറ്റിക്സ്, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജിയിലൊക്കെ എൻവയോൺമെൻറ്റൽ എഡ്യൂക്കേഷൻ വരാൻ വേണ്ടിയിട്ട് തുടങ്ങി. അതുപോലെ തന്നെ കുറച്ചും കൂടെ ഇൻ ഡീറ്റെയിൽ ആയിട്ട് ഇക്കോളജി, പോപ്പുലേഷൻ ഇക്കോളജി, റോൾ ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി ഇൻ എലിമിനേറ്റിംഗ് ഓർ മിനിമൈസിംഗ് ദി വേരിയസ് എൻവയോൺമെൻറ്റൽ പ്രോബ്ലംസ്. ദ ആർട്സ് സ്റ്റുഡൻസ് ആർ ഇൻഅഡിക്വേറ്റ്ലി എക്സ്പോസ്ഡ് ടു എൻവയോൺമെൻറ്റൽ എഡ്യൂക്കേഷൻ. അപ്പോൾ ഒന്നും കൂടെ ഇൻ ഡീറ്റെയിൽ ആയിട്ട് സ്റ്റഡീസ് വരാൻ വേണ്ടിയിട്ട് തുടങ്ങി. ഇനി ഈ എൻവയോൺമെൻറ്റൽ എഡ്യൂക്കേഷൻ ഇമ്പാർട്ട് ചെയ്യുന്ന സമയത്ത് ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസ് ആണ് റിസോഴ്സ് കൺസ്ട്രെയിൻസ്, ഹൈ ഡ്രോപ്പ് ഔട്ട് റേറ്റ്, സോഷ്യൽ കൺസ്ട്രെയിൻസ്, ഡിഫിക്കൽറ്റി ഇൻ അസസ്മെൻറ്റ്. അതിൽ റിസോഴ്സ് കൺസ്ട്രെയിൻസ് എന്നാണെന്ന് നോക്കുക. ലാക്ക് ഓഫ് റിസോഴ്സസ് ഇസ് വൺ ഓഫ് ദി മേജർ പ്രോബ്ലംസ് ദാറ്റ് ഇസ് ബീങ് എൻകൗണ്ടേർഡ് ഇൻ ദ പ്രൊമോഷൻ ഓഫ് എൻവയോൺമെൻറ്റൽ എഡ്യൂക്കേഷൻ ഇൻ ദ കൺട്രി. ദിസ് ഇസ് ട്രൂ ഓഫ് അതർ ഡെവലപ്പിംഗ് കൺട്രീസ് ടു. ഇറ്റ് ഈസ് എ ഫാക്ട് ദാറ്റ് എനി എൻവയോൺമെൻറ്റൽ എഡ്യൂക്കേഷൻ പ്രോഗ്രാം റിക്വയർസ് അഡിക്വേറ്റ് റിസോഴ്സസ് ബോത്ത് ഇൻ ടേംസ് ഓഫ് മണി ആൻഡ് പേഴ്സണൽ ഇഫ് ഇറ്റ് ഇസ് ടു ബി ഇംപ്ലിമെൻറ്റഡ് സക്സസ്ഫുള്ളി. അപ്പോൾ ഈ ഹെഡിങ് സജസ്റ്റ് ചെയ്യുന്നത് പോലെ തന്നെ റിസോഴ്സ് കൺസ്ട്രെയിൻസിൽ എന്താണ് പറയുന്നത്? റിസോഴ്സിൻ്റെ റിസോഴ്സിൻ്റെ അളവ് വളരെ കുറഞ്ഞതുകൊണ്ട് തന്നെ ഇത് വളരെയധികം ഒരു പ്രശ്നമാണ് ഉണ്ടാക്കുന്നത് എന്ന് തന്നെയാണ് ഈ ഒരു പോയിന്റിൽ പറയുന്നത് കേട്ടോ. ഹൈ ഡ്രോപ്പ് ഔട്ട് റേറ്റ് എന്താണ്? ബിക്കോസ് ഓഫ് ദ ഹൈ ഡ്രോപ്പ് ഔട്ട് റേറ്റ് ഇൻ ദ എഡ്യൂക്കേഷൻ സിസ്റ്റം, ടീച്ചേഴ്സ് ആർ ലെഫ്റ്റ് വിത്ത് നോ ഓപ്ഷൻ ബട്ട് ടു ബിഗിൻ ദ എൻവയോൺമെൻറ്റൽ എഡ്യൂക്കേഷൻ കോമ്പണന്റ് ഫ്രം ദ പ്രൈമറി ക്ലാസ്സസ് ടു എൻഷുർ ദാറ്റ് സ്റ്റുഡൻസ് ഈവൻ ഇഫ് ദേ ഡ്രോപ്പ് ഔട്ട് ലേറ്റർ ആർ സെൻസിറ്റൈസ്ഡ് ടു ദ എൻവയോൺമെൻറ്റൽ പ്രോബ്ലംസ്. നമ്മൾ വിചാരിക്കും നമ്മളുടെ നാട്ടിൽ എല്ലാവരും ഹൈ ലിറ്ററേറ്റ് ആണ്, കേരള ലിറ്ററസി റേറ്റിൽ കൂടുതലാണ് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും മറ്റ് സംസ്ഥാനങ്ങളിൽ ഇപ്പോൾ തമിഴ്നാടിനും കൂടെ കൂടുതൽ ഫോക്കസ് ചെയ്ത് പറയുന്നതുകൊണ്ട് തന്നെ തമിഴ്നാട് മാത്രമല്ല ഒരുപാട് ജില്ലകളിലും സംസ്ഥാനങ്ങളിലും ഇത് മറ്റേ ബോംബെ, ദുബായ് പോലെയുള്ള അന്യ രാജ്യങ്ങൾ എന്നൊക്കെ പറയുന്ന പോലെ ആയിപ്പോയില്ലേ. ഉദ്ദേശിച്ചത് എന്താണ്? ഡ്രോപ്പ് ഔട്ട് റേറ്റുകൾ പേടിച്ചിട്ട് യങ് ക്ലാസ് തൊട്ടേ ചിലപ്പം ഈ എൻവയോൺമെൻറ്റൽ ഇഷ്യൂസും കാര്യങ്ങളും നേരത്തെ പരിചയപ്പെടുത്തി കൊടുക്കാറുണ്ട്. ഇനി സോഷ്യൽ കൺസ്ട്രെയിൻസ് എന്താണ്? സംടൈംസ് കൺക്ലൂഷൻസ് ഡ്രോൺ ഫ്രം ദ സ്റ്റഡി ഓഫ് എൻവയോൺമെൻറ്റൽ എഡ്യൂക്കേഷൻ മേ ക്ലാഷ് വിത്ത് ദ പ്രിവെയിലിംഗ് സോഷ്യൽ, റിലീജിയസ് ആൻഡ് പൊളിറ്റിക്കൽ തിങ്കിങ്. ദിസ് ക്ലാഷ് ഇൻ തിങ്കിങ് മേ ലീഡ് ടു അൺഡിസൈറബിൾ കോൺഫ്രണ്ടേഷൻ ടു. എൻവയോൺമെൻറ്റൽ എഡ്യൂക്കേഷൻ ഹാസ് നോ മീനിങ് ആൻഡ് പർപ്പസ് ഇഫ് ഇറ്റ് ഇസ് നോട്ട് അക്കംപനീഡ് ബൈ ആക്ഷൻ. എൻഷുറിംഗ് ദിസ് ആക്ഷൻ ഇസ് നോട്ട് ഈസി. അപ്പോൾ സോഷ്യൽ കൺസ്ട്രെയിൻസ്, സാമൂഹികപരമായിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ ഇതിന് വരുന്നുണ്ട്. കാരണം ഇങ്ങനെ പഠിപ്പിച്ചു കൊടുത്താൽ മാത്രം പോരല്ലോ, ഇത് പ്രാക്ടിക്കൽ ആവണ്ടേ. അപ്പോൾ പ്രാക്ടിക്കൽ ആവുന്നതിൽ ഒരുപാട് ഇഷ്യൂസാണ് സംഭവിക്കുന്നത്. ഇനി ഡിഫിക്കൽട്ടി ഇൻ അസസ്മെൻറ്റ്, ഇവിടെ എന്താണ് വരുന്നത്? അസസ്മെൻറ്റ് ഓഫ് ദ വർക്ക് ഡൺ ആസ് പാർട്ട് ഓഫ് എൻവയോൺമെൻറ്റൽ എഡ്യൂക്കേഷൻ ഇസ് ഡിഫിക്കൽട്ടി ആസ് മെനി എ ടൈം ഇറ്റ് ഇസ് ഡിഫിക്കൽട്ട് ടു തിങ്ക് ഓഫ് എ കോമൺ യാർഡ് സ്റ്റിക്സ് ടു ഇവാലുവേറ്റ് ദ വർക്ക് ഡൺ അണ്ടർ ഡിഫറെൻറ്റ് പ്രോജക്റ്റ്. അപ്പോൾ ഇതൊക്കെയാണ് ഒരു ഡീമെറിറ്റ്സ് ആയിട്ട് അല്ലെങ്കിൽ പ്രോബ്ലംസ് ആയിട്ട് വരുന്നത് എന്ന് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നത്. നമുക്കിനിയും ഒത്തിരി പോയിൻറ്റ്സ് പറയാനുണ്ട്. നമുക്കിതിൽ ഒരു പാർട്ട് 2 ചിലപ്പം പാർട്ട് 2 ഉം 3 ചിലപ്പോൾ വേണ്ടി വരും, അല്ലെങ്കിൽ നമുക്ക് പാർട്ട് 2 ഒതുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. ഞാൻ ചിലതൊക്കെ വളരെ സ്പീഡായിട്ടാണ് പോയത്, നിങ്ങൾക്കറിയാം. ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ നിന്നിട്ടില്ല, ജസ്റ്റ് വായിച്ചാണ് പോയിട്ടുള്ളത്. കാരണം ഒത്തിരി പോയിൻറ്റ്സ് വരുന്നതുകൊണ്ട് നമ്മൾ എടുത്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒത്തിരി ടൈം എടുക്കും. ആൻഡ് അത് മാത്രമല്ല, നിങ്ങൾക്ക് എക്സാംസ് വന്നുകൊണ്ടിരിക്കുകയാണ്. സോ ഇൻ ഡീറ്റെയിൽ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പോയിൻറ്റ്സ് എഴുതിയെടുക്കാനും അതുപോലെ തന്നെ കേട്ട് കഴിയാനും ഒരുപാട് സമയമെടുക്കും. സോ ഇത് ഓൾറെഡി ലെങ്തിയർ ആയിട്ടുണ്ട്. സോ ഇത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഡു കമൻറ്റ്. നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിലും ഒക്കെ താഴെ നിങ്ങൾക്ക് പറയാം. ആൻഡ് നെക്സ്റ്റ് പാർട്ട് ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ആൻഡ് ഇഫ് യു ഹാവ് എനി കൈൻഡ് ഓഫ് സജഷൻ യു ക്യാൻ report directly in the comment section. Bye. We'll see you in the next class soon.